ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ മൺമറഞ്ഞ നേതാക്കളുടെ ആഗ്രഹങ്ങളായിരുന്നു ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്കുള്ളത് അവർക്ക് സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളത്. CH സെൻ്ററുകൾ ശരിക്കും സാധാരണക്കാരുടെ അഭയകേന്ദ്രമാണ്. പെരിന്തൽമണ്ണ CH സെൻ്റർ ആയിരക്കണക്കിന് രോഗികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അത്താണിയാകും. എന്താണ് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? CH സെൻ്റർ എന്നത് കേരളത്തിൽ ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉള്ളൊരു സ്ഥാപനം തന്നെയാണ്. CH സെൻ്റർ എന്ന ഒരൊറ്റ മേൽവിലാസം മതി എന്താണ് അവിടെ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ എന്ന് സാധാരണഗതിയിൽ മലയാളിക്ക് മനസ്സിലാവാൻ. കാരണം കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇപ്പോൾ ഏറ്റവും അടുത്ത് മങ്കടയിലാണെങ്കിലും വരെ നമ്മൾ പൂർത്തീകരിച്ച CH സെൻ്ററുകൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആഗ്രഹപ്രകാരം നിർദ്ദേശപ്രകാരമാണ് പെരിന്തൽമണ്ണ CH സെൻ്റർ എന്ന ആശയം ആദ്യം ഉണ്ടാവുന്നത്. അതിൻ്റെ പൂർത്തീകരണത നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്. ഈ പെരിന്തൽമണ്ണയിലെയും ഒരു പരിധിവരെ മലപ്പുറം ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും ആളുകൾക്ക് ആശ്രയിക്കാവുന്ന രൂപത്തിൽ പെരിന്തൽമണ്ണയെക്കുറിച്ച് നമുക്കറിയാലോ. ഇവിടെയുള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകളും വൈദഗ്ധ്യമുള്ള ചികിത്സക്കായി ആശ്രയിക്കുന്ന ഒരു നഗരമാണ് പെരിന്തൽമണ്ണ. ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ പാവപ്പെട്ട മനുഷ്യന്മാർ തഴയപ്പെട്ടുകൂടാ, അവർക്കുള്ള സൗകര്യങ്ങൾ കുറഞ്ഞുകൂടാ എന്ന ആശയത്തോടു കൂടിയാണ് നമ്മൾ CH സെൻ്റർ കൊണ്ടുവരുന്നത്. പെരിന്തൽമണ്ണയിലെ ജനറൽ ഹോസ്പിറ്റലിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിക്കൊണ്ടാണ് CH സെൻ്റർ നിലകൊള്ളുന്നത് എന്നത് തന്നെ ഒരുപാട് ആളുകൾക്ക് ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമായിക്കൊണ്ടാണ്. അപ്പം ഇതൊരു വലിയ രൂപത്തിൽ അശരണർക്ക് ആശ്രയം എന്ന് നമ്മൾ പറയുന്നത് കൃത്യമായി വാക്കാൽ പാലിക്കപ്പെടാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അശരണർക്ക് ആശ്രയമാകുന്ന ഒരു കേന്ദ്രം തന്നെയാകുമെന്നാണ് യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയാണ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയാണ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ പറയുന്നത്. ഏതായാലും ലക്ഷ്യം കൃത്യമായി പാലിക്കപ്പെടട്ടെ, പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നിള 24 ലൈവ്.